ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വി ഡി സതീശൻ്റെ പിന്നാലെ നടക്കുന്ന കുറേ കൊങ്ങികളുണ്ട്, മണ്ടന്മാരായിട്ടുള്ള കൊങ്ങികൾ. അവരോടാണ് ഈ വീഡിയോ ഞാൻ ചോദിക്കാനുള്ളത്. ഈ വി ഡി സതീശൻ കാരണമാണ് നിങ്ങൾ 100 സീറ്റ് കിട്ടിയെന്നൊക്കെ പറയുന്നുള്ളത്. എന്ത് തേങ്ങാക്കൊലയാണ് പുള്ളി ചെയ്തിട്ടുള്ളത്? ഈ എ സി റൂമിൽ പാർലമെൻറ്റിൽ ഇരുന്നിട്ട് പിണറായി വിജയനെതിരെ കുറച്ച് ഡയലോഗ് അടിക്കും. അതിൽ പുള്ളിയും എടുക്കണമായിരുന്നു കുറച്ച് ഡയലോഗ് അടി. അത് പിണറായി വിജയനും അവിടുത്തെ ആൾക്കാരും ഈ ചവിട്ടി കുട കളഞ്ഞ് മറ്റേ ചവിട്ടി കുട കളയും. അല്ലാതെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, പിണറായി സർക്കാർ ചെയ്ത തെണ്ടിത്തരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെതിരെ റോട്ടിലിറങ്ങി നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് നിയമങ്ങളും കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ തീരുമാനങ്ങളൊക്കെ ബാഡ് ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ജനജീവിതം ദുസ്സഹമാവുന്ന രീതിയിൽ. അതിനെതിരെ നിങ്ങൾ റോഡിലിറങ്ങിയിട്ട് തെരുവിൽ നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരു തേങ്ങ ചെയ്തിട്ടില്ല. കുറച്ച് പാർലമെൻറ്റിൽ കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് നിങ്ങളുടെ ആൾക്കാർ കോൺഗ്രസ്സുകാർ അത് വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് റീൽസ് ആക്കിയിട്ട് ചെയ്യാമെന്നല്ലാണ്ട് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പുള്ളി പക്ക ഫെയിലിയറാണ്, അട്ടർ ഫ്ലോപ്പായിരുന്നു. ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കില്ലായിരുന്നു. നിങ്ങളെ കൊള്ളാത്ത കാരണമാണ്. എന്നിട്ട് ഈ 102 സീറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ കാരണമാണ് കിട്ടിയത്, ഈ വി ഡി സതീശൻ കാരണമാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആൾക്കാർ മണ്ടന്മാരല്ലാണ്ട് എന്ത് പറയാനാണ്? കാരണം അത്രയ്ക്ക് മോശപ്പെട്ട ഭരണമായിരുന്നു പിണറായിയുടെ ഭരണം. അതിപ്പോൾ വി ഡി സതീശന് പകരം ഒരു പാവയായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ഇന്നലെ വന്ന അബിൻ വർക്കിയോ അങ്ങനെയുള്ള ഒരു യുവ നേതാവ്, അല്ലെങ്കിൽ വേണ്ട ഒരു പാവനെ കൊണ്ട് പ്രതിപക്ഷ നേതാവാക്കിയാൽ പോലും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഈ യു ഡി എഫിൽ ഇത്രയധികം സീറ്റ് കിട്ടും. കാരണം ജനങ്ങൾ അത്രയധികം വെറുത്തുപോയി പിണറായി ഭരണത്തിന്. അതുകൊണ്ടാണ് ഈ 102 സീറ്റ് കിട്ടിയത്. അല്ലാണ്ട് ഈ വി ഡി സതീശൻ്റെ ഒരു കഴിവോ അയാളെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആളെ എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്? പിന്നെ ഈ കോൺഗ്രസ് ജയിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയം സൂപ്പറായിരുന്നു. എല്ലാ മണ്ഡലത്തിലും ജയിക്കാൻ സാധ്യതയുള്ള നല്ല കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിനാണ് കഴിവ്. അത് ചെയ്തിട്ടുള്ളത് ദേശീയ കോൺഗ്രസ് നേതൃത്വവും ഇവിടെയുള്ള സീനിയർ നേതാക്കളാണ്. അല്ലാണ്ട് വി ഡി സതീശന് യാതൊരു പങ്കില്ല. സീനിയർ കോൺഗ്രസ് നേതാക്കളും കേന്ദ്ര കോൺഗ്രസ് ഘടകം കൂടിയിട്ടുള്ള തീരുമാനത്തിലാണ് എല്ലാ മണ്ഡലത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ളത്. എന്നിട്ട് കുറേ ഈ കോൺഗ്രസ് കൊങ്ങികൾ വി ഡി സതീശൻ കാരനാണ് ജയിച്ചത്, വി ഡി സതീശൻ കാരനാണ് ചെയ്തത്, അയാൾ പക്ക ഫെയിൽഡ് പ്രതിപക്ഷ നേതാവായിരുന്നു, അയാൾക്കൊരു കഴിവില്ലാത്ത കാരനാണ് പിണറായി വിജയൻ ഇത്രപ്പെട്ട മോശപ്പെട്ട ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അയാളൊരു സ്ട്രോങ് പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഇങ്ങനെ പിണറായി വിജയൻ ഇവിടെ അഴിഞ്ഞാടുകയില്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.